ഹായ് കൂട്ടുകാരെ, അങ്ങനെ കാത്തികളൊക്കെ അങ്ങനെ അടുത്തു. കഴിഞ്ഞ മാസം ഞങ്ങൾ വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ ചിരാതൊക്കെ അത് അവിടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ സ്വത്തുവിനെയും വിളിച്ചു. സ്വത്ത് അപ്പുറത്ത് പോയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിളക്ക് വയ്ക്കണ സമയമായ അമ്മ വിളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്, അല്ലെങ്കിൽ അവൻ വഴക്കുണ്ടാക്കും. അപ്പം ഞാനിത് സ്വത്തുവിനെയും വിളിച്ച് വരുത്തി കേട്ടോ. വിളിക്കാൻ പറഞ്ഞില്ലേ? എന്തേ വെക്കണ്ടേ? ആക്കി വെക്കട്ടെ, സമയമായില്ലേ? നീ ഓരോ തിരി ഇതിലെടുത്തിട്ട്, ഇതിലോരോ തിരി ഇങ്ങനെ എടുത്തിട്ട്, ഇതിലോരോന്ന് തിരി അല്ലെങ്കിൽ നീ പറയും നിന്നെ വിളിച്ചിട്ട് അവർക്ക് കരയാൻ തുടങ്ങും. വെക്കട്ടെ അങ്ങനെ എടുത്ത് വെക്കണം. ഇങ്ങനെ ആക്കി എളുപ്പമല്ലേ വെക്കാൻ സഹായിക്കണം കേട്ടോ എന്നെ. നല്ല ഇരുട്ടാണ്, അപ്പം കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ഇവിടെ മതിലിന്റെ മുകളിലൊക്കെ വെക്കാം. എല്ലാത്തിനും ഇവിടെ നിന്ന് കത്തിക്കണ്ട. പതിയെ എടുത്ത് കൊണ്ടുപോയിട്ടേ നമുക്ക് അവിടെ നിന്ന് എണ്ണ ഒഴിച്ച് വെക്കുമ്പോൾ സൂക്ഷിച്ച് വെക്കണം. ഒഴിക്കല്ലോ, നമ്മൾ അവിടെയൊക്കെ വെക്കുമ്പോഴേ ചിലപ്പോൾ എണ്ണയൊക്കെ എടുത്ത് പോകുമ്പോൾ അത് വീഴും. അല്ലെങ്കിൽ ഇത് അവിടെ കൊണ്ട് വെച്ചിട്ട് വേണം വെക്കാൻ. ഒഴിക്കുക, അതായത് കൂടി ഇടും. നീ തിരിയില്ലേ? വെച്ചിട്ട് ഇതിലേക്കുള്ള തിരി എവിടെ? അത് വേറെ വെക്കാം, വലുത് വെക്കാം. ചെറുതാണ് എന്നാ താത്ത. നീ എടുത്ത് തീപ്പെട്ടി എവിടെ? രണ്ടെണ്ണം വെക്കുന്നത് ഞാൻ അവിടെ വെക്കട്ടെ. മറ്റേ ചന്ദനത്തിലൂടെ സ്റ്റാൻഡ് എവിടെ? എല്ലാം ഓക്കെ അല്ലേ? നോക്കിയേ, ഒരുണ്ട്. മറ്റേ ഒരു ചിരാതുണ്ടി വേണമായിരുന്നു, പക്ഷെ എല്ലാത്തിലും തമ്പാട്ടി തുടങ്ങാമ. വിളക്ക് അവിടെ വെച്ചിട്ട് വേണം, അതിൽ നിന്ന് എടുത്തിട്ട് വേണം അപ്പുറത്തൊക്കെ വെക്കാൻ. അങ്ങനെയല്ലാന്ന് എന്താ വിളക്ക് കൊണ്ടുവയ്ക്കട്ടെ ഞാന്. സത്തു കത്തിച്ചോന്ന്. കുറച്ചുകൂടെ കത്തിച്ചിട്ട് പുറത്ത് വെക്കണം.
ഇതാ ഞാനും സ്വത്തും കൂടി ചിരാതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. വിളക്കൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കത്തിച്ച് ചിരാത് ഞാനും കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ചിരാതിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചെല്ലാം സ്വത്ത് ഇതാ ഓടിയിട്ട് സ്വത്തുവിൻ്റെ കിളിക്കൂടിൻ്റെ അവിടേക്ക് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. കിളിക്കൂടിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട്. അപ്പോൾ സ്വത്തുവിൻ്റെ ഓട്ടം കാരണം, ധൃതി പിടിച്ചുള്ള ഓട്ടം കാരണം എണ്ണയൊക്കെ താഴെ പോകുന്നുണ്ട്. മുകളിൽ നിന്ന് ഒരാൾ നോക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ കുഞ്ഞിപ്പൂച്ച. ഇതെന്താപ്പോൾ പരിപാടി വന്നിട്ട് നോക്കുകയാണ്. ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇതാ കുറച്ചൊക്കെ ചിരാത് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതാ മോളിൽ നിന്ന് മഞ്ഞപ്പൂച്ച താഴോട്ട് ഓടിപ്പോവാണ്. ഇതെന്ത് പരിപാടിയാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവൾ ഓടണത്. ഇത് കഴിഞ്ഞ മാസം വാങ്ങിച്ച് ചിരാതാണ് കേട്ടോ. അപ്പോൾ സ്വത്ത് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇത് എന്നാ വിളക്ക് വെക്കേണ്ടതെന്ന്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതാണ് ഇന്ന് വൈകിട്ട് വിളക്ക് വെക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലായിരുന്നു സ്വത്ത്. ഞങ്ങൾ താഴെയെല്ലാം വിളക്ക് വെച്ചതിന് ശേഷം ഈ മതിലിൻ്റെ മുകളിലൊക്കെ കുറച്ചൊക്കെ ഞാൻ വെച്ചു കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. വിളക്കെല്ലാം കത്തിച്ച് വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴേക്കും സ്വത്ത് ഫോണും കൊണ്ട് ഓടിപ്പോയിട്ടോ. പിന്നെ ഞാൻ അവൻ്റെ പിന്നാലെ പോയിട്ട് എങ്ങനെയൊക്കെയോ ഫോൺ വാങ്ങിച്ചതാണ്. അവൻ ഫോണ് തരികയും ചെയ്തു. എന്നിട്ട് കുറച്ച് സമയം സ്വത്ത് വിളക്കിന് മുന്നിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിളക്ക് വെക്കുമ്പോഴൊക്കെ സ്വത്ത് പ്രാർത്ഥിക്കാനൊക്കെ വരാറുണ്ട്. ഇവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ ചന്ദനത്തിരിയൊക്കെ എടുത്ത് കത്തിച്ചു. പിന്നെ മെഴുകുതിരി കത്തിക്കുക, ഇതൊക്കെയാണ് സ്വത്തുവിൻ്റെ ഒരു പരിപാടി വിളക്ക് വെക്കുന്ന സമയത്ത്. സ്വത്തുവിന് കുറച്ച് പെറ്റ്സൊക്കെ ഉണ്ട്, ലവ് ബേർഡ്സും പ്രാവൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നത് കാണാറില്ലേ നിങ്ങൾ? അപ്പോൾ ഈ വിളക്ക് വെക്കുന്ന സമയമായി കഴിഞ്ഞാൽ സ്വത്തു എൻ്റെ പ്രാവുകൾക്കും കിളികൾക്കും അസുഖമൊന്നും വരില്ലേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അവർ ജീവനാണ് സ്വത്തുവിൻ്റെ. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ വീടുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ദീപമൊക്കെ തെളിയിച്ച്, ചുറ്റും ദീപമൊക്കെ തെളിയിച്ച് എന്തൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെയും വിളക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്വത്ത് അപ്പുറത്ത് പോയിരിക്കുകയാണ്. ഞാനപ്പോൾ ഇവിടുത്തെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാൻ പറഞ്ഞിട്ടിരുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മഞ്ഞപ്പൂച്ചയും കുഞ്ഞിപ്പൂച്ചയൊക്കെ അത് എന്താണ് പരിപാടി എന്ന് പറഞ്ഞിട്ട് നോക്കുന്നുണ്ട് അപ്പുറത്തിരുന്നിട്ട്. സ്വത്തുവിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിരുന്നതാണ് കേട്ടോ. അപ്പോഴാണ് അത് എവിടെയാണ് ആദ്യം വിളക്ക് വെച്ചത്. അതിൽ എണ്ണ കുറച്ച് തീരാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സ്വത്തുവാണ് കുറേ ചിരാതൊക്കെ ഇങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ വെക്കാൻ വേണ്ടി എന്നെ സഹായിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്വത്തുവിനെ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തേണ്ട താമസം സ്വത്തു എൻ്റെ പിന്നാലെ ഓടി വന്നു കേട്ടോ. കുറച്ച് സമയം എൻ്റെ മടിയിലൊക്കെ ഇരുന്ന് എന്നിട്ടാണ് സ്വത്തു വീണ്ടും അങ്ങോട്ട് തന്നെ പോയേ. ഞാൻ വിചാരിച്ചു ഇന്ന് വൈകിട്ട് മഴ പെയ്യുമോ എന്ന് വിചാരിച്ചതാണ് കേട്ടോ. കാരണം വെള്ളിയാഴ്ച ഇവിടെ മഴയായിരുന്നേ. അപ്പോൾ ഇന്ന് എന്തോ ഭയം കൊണ്ട് മഴയൊന്നുമില്ല. എല്ലാവരും വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അങ്ങനെ സ്വത്തുതാ ഓടി വന്നു കേട്ടോ. എൻ്റെ പിന്നാലെ തന്നെ സ്വത്ത് ഓടി വന്നിട്ടുണ്ട്. അവനെന്താ പറയണത് നോക്കാം കേട്ടോ. എന്നെ കാത്തോളനെ പറഞ്ഞിട്ട് ഓടിപ്പോവാണ് കേട്ടോ. വീണ്ടും അപ്പുറത്തേക്ക് തന്നെ പോയി. ബായ്, ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ.